ഇത് കഥയും കഥാപാത്രങ്ങളും ആരുമായി ബന്ധമുള്ളതല്ല. നമ്മൾ പറയാറുള്ളത് ദ റിട്ടേൺ ഓഫ് ലൈഫ്. അങ്ങനെ അദ്ദേഹം ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും അവിടെ എല്ലാവർക്കും വന്ന് പഠിക്കാനും കലാപരമായ കഴിവുകൾ വളർത്താനുമുള്ള വേദി അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ പലർക്കും പഠിക്കാൻ പുറകോട്ടായവർക്കും അവരുടെ കഴിവിനെ വളർത്താനുള്ള സാഹചര്യം അദ്ദേഹം ഒഴിവാക്കി കൊടുത്തു. അങ്ങനെ ജാതിയും മതവും മനുഷ്യനുമായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹം വലുതെന്ന കാര്യം അദ്ദേഹം അതിലൂടെ പലരെയും ബോധിപ്പിക്കുകയുണ്ടായി. അതുമാത്രമല്ല, നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നടക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ സൊസൈറ്റി രൂപീകരിച്ചത്. അതുമാത്രമല്ലാതെ എല്ലാ വർഷവും ഒരു 2 കുട്ടികളെ വീതം തീരെ ദരിദ്രരായ 2 കുട്ടികൾ അദ്ദേഹം തിരഞ്ഞെടുക്കുകയും അവർക്കുള്ള പഠിക്കാനുള്ള സാധനങ്ങളെല്ലാം അദ്ദേഹം വാങ്ങിക്കൊടുക്കുകയും അവരുടെ ഒരു വർഷത്തെ ചെലവുകൾ നോക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഫൗണ്ടേഷനും തുടങ്ങാനും ആരംഭിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഫൗണ്ടേഷനും ഈ സൊസൈറ്റിയും കൂടി അദ്ദേഹം ഒന്നാക്കി. അതിലൂടെയാണ് അദ്ദേഹം നന്നാക്കാൻ ശ്രമിച്ചത്. അതിന് സഹായമായി അദ്ദേഹം അവിടുത്തെ നാട്ടുകാരും കൂടെ ഉണ്ടായി. ബാക്കി കഥ അടുത്ത പാട്ടിൽ. താങ്ക് യു. നന്ദി, നമസ്കാരം.